നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മഴ പെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വെയിൽ വന്നു പോയി കഴിഞ്ഞാലോ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ GDP വരെ ബാധിക്കുക, അല്ലെങ്കിൽ GDP കുത്തനെ ഇടിഞ്ഞു വീഴുമോ? എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഭാവിയിൽ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടിയാണ്. അതുകൊണ്ട് ഭയക്കേണ്ടിയിരിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ പിടിച്ചുലച്ച പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ആഘാതം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ യുദ്ധത്തേക്കാൾ വലിയ വില്ലൻ വരുന്നു. അവനാകട്ടെ ഏറ്റവും അധികം നാശം വിതയ്ക്കുക ഇന്ത്യക്കായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് അടച്ചതും എണ്ണവില കൂടിയതും ഒക്കെ വിതച്ച ആഘാതത്തിന്റെ പ്രകമ്പനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന വാദങ്ങളുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ കൂടുതൽ തിരിച്ചടിയുമായി എൽ നിനോ വരുന്നത്. ഇക്കുറി സൂപ്പർ എൽ നിനോ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കാലം തെറ്റിയുള്ള മഴ, പേമാരി, വെള്ളപ്പൊക്കം എന്നിവയും സൃഷ്ടിച്ചേക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയിൽ ഉൽപാദനം കുത്തനെ ഇടിയാൻ എൽ നിനോ ഇടയാക്കും. ഇതിന്റെ പ്രകമ്പനം കാർഷിക മേഖലയെ മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ, ഉപഭോക്തൃ വിപണി, പ്രത്യേകിച്ച് ബാങ്കിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, വാഹന വിപണി തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ ബാധിക്കും. കാർഷിക ഉൽപാദനം കുറയുന്നത് പണപ്പെരുപ്പം കൂടാനും ഇടയാക്കും. ഭക്ഷ്യവില കുതിക്കും, GDPയും ഇടിയും. ഈ പ്രത്യാഘാതങ്ങൾ ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ചില പഠനങ്ങൾ പുറത്തു പറയുന്നത്. യുദ്ധം മൂലം വളം വില കത്തിക്കയറിയത് തന്നെ കാർഷിക മേഖലയെ ഉലച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെയാണ് മൺസൂണിനെ തട്ടിത്തെറിപ്പിച്ചുള്ള എൽ നിനോയുടെ വരവ് എന്നത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് കനത്ത ആഘാതമാകും. ബ്രസീൽ, മെക്സിക്കോ എന്നിവയാണ് എൽ നിനോ മൂലം കൂടുതൽ തിരിച്ചടി നേരിട്ടേക്കാവുന്ന മറ്റ് രാജ്യങ്ങൾ. ഇന്ത്യയിൽ കനത്ത മഴക്കുറവ് അനുഭവപ്പെടുകയും ജൂലൈയിൽ സാധാരണയിൽ താഴെ മഴ ലഭിക്കുമെന്ന പ്രവചനങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആണ് കഴിഞ്ഞ ദിവസം സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വരൾച്ചയ്ക്ക് സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അതീവ ജാഗ്രത പാലിക്കാൻ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് അധ്യക്ഷത വഹിച്ച അമിത് ഷാ എൽ നിനോയുമായി ബന്ധപ്പെട്ട സാധാരണയിൽ താഴെയുള്ള മഴയുടെ ആഘാതം കേന്ദ്രം നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും കർഷകരെയും അവശ്യവസ്തുക്കളെയും ബാധിക്കുന്ന ആഘാതം കുറയ്ക്കുന്നതിന് സംസ്ഥാനങ്ങളുമായി അടുത്ത് ഏകോപിപ്പിക്കാൻ മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെട്ടതായും പറഞ്ഞിരിക്കുന്നത്. എൽ നിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ സാധാരണയിൽ താഴെയുള്ള മഴയും വരൾച്ചയും ഉണ്ടാകാനുള്ള സാധ്യത സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും അമിത് ഷാ പറഞ്ഞു. 1901 മുതൽ ഇന്ത്യ ഏറ്റവും വരണ്ട ജൂണുകളിൽ ഒന്നായി രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വരണ്ട ജൂണുകളിൽ ഒന്നായ ജൂണിനെ തുടർന്നാണ് ഈ അവലോകനം. ഈ മാസം രാജ്യത്ത് 99.5 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. ഇത് സാധാരണയേക്കാൾ 40% കുറവാണ്. 1901 റെക്കോർഡുകൾ ആരംഭിച്ചതിന് ശേഷം ജൂൺ മാസത്തിൽ 5ാമത്തെ ഏറ്റവും കുറഞ്ഞ മഴയാണിത്. മധ്യ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 50%-ലധികം മഴക്കുറവ് രേഖപ്പെടുത്തി. മഴക്കുറവ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ വിളകളെക്കുറിച്ചും കർഷകർക്ക് ഉപദേശം നൽകുന്നതിന് ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും ആഭ്യന്തരമന്ത്രി കൃഷി മന്ത്രാലയത്തോടും മറ്റു ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളോടും നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികളിലെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ജലവിഭവ വകുപ്പിനോട് അമിത് ഷാ ആവശ്യപ്പെട്ടു. ദുർബലമായ മൺസൂണിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് ജലം ആവശ്യമുള്ള വിളകളായ തിന, പയറുവർഗ്ഗങ്ങൾ, കാലിത്തീറ്റ എന്നിവയുടെ കൃഷിക്ക് ഊന്നൽ നൽകി. ആവശ്യത്തിന് വൈദ്യുതി വിതരണം ഉറപ്പാക്കുക, ദീർഘകാല മഴക്കുറവ് മൂലമുണ്ടാകുന്ന ഏത് പ്രത്യാഘാതങ്ങളെയും നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യുന്നതിനിടയിൽ തടസ്സമില്ലാതെയും മതിയായതുമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വൈദ്യുതി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. അവശ്യ ഭക്ഷ്യസാധനങ്ങളുടെ മതിയായ സ്റ്റോക്ക് ലഭ്യമാണെന്നും അവശ്യവസ്തുക്കളുടെ വില സ്ഥിരമായി തുടരുന്നുവെന്നും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. ജൂലൈയിൽ രാജ്യത്തുടനീളം സാധാരണയിൽ താഴെ മഴ ലഭിക്കുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഇത് പല പ്രദേശങ്ങളിലും വിള വിതയ്ക്കൽ, ജലസംഭരണി, സംഭരണം, ജലലഭ്യത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നു.
കാലവർഷക്കെടുതി അവലോകനം ചെയ്യുന്നതിന് പുറമെ അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കം, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി അസമിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ഒരു മന്ത്രിതല കേന്ദ്ര സംഘത്തെ ഉടൻ നിയോഗിക്കാനും ഷാ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് കൃഷി, പാർപ്പിട മേഖലകൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളും സംഘം സ്ഥലത്ത് തന്നെ വിലയിരുത്തും. കൃഷി, ജലവിഭവം, വൈദ്യുതി, പരിസ്ഥിതി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, നദീവികസനം, ഗംഗാ പുനരുജ്ജീവനം എന്നീ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും കൃഷി സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിലാണ് എൽ നിനോ പ്രതിഭാസം നിലവിൽ നിലനിൽക്കുന്നത്. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഇത് ശക്തിപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ മൺസൂൺ മഴ കുറയുന്നതുമായി ഈ പ്രതിഭാസം സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്ര ദ്വിധ്രുവം നിലവിലൊരു നിഷ്പക്ഷ ഘട്ടത്തിലായതിനാൽ ഈ വർഷത്തെ മൺസൂണിൽ എൽ നിനോയുടെ പ്രതികൂല സ്വാധീനം നികത്താൻ സാധ്യതയില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഇന്ത്യയുടെ മൊത്തം വാർഷിക മഴയിൽ 75% പങ്കുവഹിക്കുന്നത് മൺസൂണാണ്. ഇതിനെയാണ് എൽ നിനോ തട്ടിക്കയറ്റുന്നത്. ഇക്കുറി ജൂൺ, സെപ്റ്റംബറിൽ മൺസൂൺ 90% ചുരുങ്ങുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ജൂണിലെ ആദ്യ 15 ദിവസത്തെ മഴ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ വൻതോതിൽ കുറഞ്ഞു. ഇത് നൽകുന്നത് ശുഭസൂചനയല്ല. വേനൽക്കാലത്ത് തുടക്കമിട്ട് കൃഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിളവിനെയാണ് എൽ നിനോയുടെ പ്രവൃത്തി നശിപ്പിക്കുക. മേയിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പം 3.9% കൂടിയിരുന്നു. ഭക്ഷ്യവില പെരുപ്പം 4.8% ഉയർന്നു. ഇതിന് വഴിവെച്ചത് പശ്ചിമേഷ്യൻ യുദ്ധവും എണ്ണവില വർധനയുമായിരുന്നു. ജൂണിൽ പണപ്പെരുപ്പവും ഭക്ഷ്യവില പെരുപ്പവും കത്തിക്കയറാം. ഇതിന് യുദ്ധത്തിന് പുറമെ എൽ നിനോയും കാരണമാകാം. പണപ്പെരുപ്പം 4% നിയന്ത്രിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം. ഇത് 6% വരെ ഉയർന്നാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയില്ലെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വരും മാസങ്ങളിൽ ഈ പരിധി ലംഘിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ GDP താഴുക മാത്രമല്ല, പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടാൻ റിസർവ് ബാങ്ക് നിർബന്ധിതരാകും. ഇത് ബാങ്ക് വായ്പയെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാണ്. വിലക്കയറ്റത്തിന് പുറമെ പലിശ ഭാരവും കുത്തനെ കൂടുന്നത് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. യുദ്ധവും എൽ നിനോയും GDP വളർച്ചയെ ബാധിക്കുമെന്ന സൂചന റിസർവ് ബാങ്കും നൽകി കഴിഞ്ഞു. നടപ്പു വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ച പ്രതീക്ഷ റിസർവ് ബാങ്ക് 6.9% നിന്നും 6.6% വെട്ടിക്കുറച്ചിരുന്നു. ഇന്ത്യയിൽ 200 ജില്ലകളെ എൽ നിനോ സാരമായി ബാധിക്കുമെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾക്ക് കേന്ദ്രം തുടക്കമിട്ടിട്ടുണ്ട്. അരി, ഗോതമ്പ് സംഭരണം വർദ്ധിപ്പിക്കുക, ജലസംഭരണികൾ സജീവമാക്കുക തുടങ്ങിയ ഉൾപ്പെടെയുള്ള നടപടികളാണിവ. അതായത് ഒരു കാലാവസ്ഥ കൊണ്ട് നമുക്കൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി, മഴ എന്തൊരു മഴയാണ്, എന്തൊരു വെയിലാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ അത് നമ്മുടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന പല മാറ്റങ്ങൾക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ കൃഷി വകുപ്പൊക്കെ ചേർന്ന് നൽകിയിരിക്കുന്നത്.